നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. കാരണം ബിബുശറാലക്കമിന് സുഹബത്ത് റസൂലില്ല, അള്ളാന്റെ റസൂലിന്റെ സുഹബത്ത് കിട്ടിയ ആളല്ലേ താങ്കള്? അള്ളാന്റെ റസൂലിന്റെ കൂടെ സഹവസിച്ച സഹാബിയല്ലേ? സുമ്മ വല്ലൈത സുമ്മ അദ്ദൽത സുമ്മ ഷഹാദ. അയാള് പറയുകയാണ്, പിന്നീട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു. സുമ്മ അദ്ദൽത, നീതിയോടെ ഞങ്ങൾക്ക് രാജ്യഭരണം നടത്തി. സുമ്മ ഷഹാദ, ഇപ്പോഴിതാ വയറ്റിലോട്ട് പള്ളയിലോട്ട് കത്തികുത്തി കയറ്റപ്പെട്ട് ഷഹീദാവാൻ പോവുകയല്ലേ? എന്തോ ഒരു ഭാഗ്യമാ നിങ്ങൾക്ക്. സ്വർഗമല്ലേ, സ്വർഗമല്ലേ, സ്വർഗമല്ലേ? മരണാസന്നനായി വല്ലാട് വേദനയിൽ കടന്നു പൊളയുന്ന ഉമറിനോട് റളിയല്ലാഹു അൻഹുവിനോട് അയാൾ വന്നിട്ട് പറയുന്നു, ഇന്ന് നിങ്ങൾ ഷഹീദാവാൻ പോവുകയാ. അള്ളാന്റെ വലിയ അനുഗ്രഹം ലഭിച്ച മഹാനാണ് നിങ്ങൾ. ഇതൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ പോകുമ്പോ കൊടൽമാലകൾ താഴോട്ട് കിടക്കുന്ന ഉമർ റളിയല്ലാഹു തആല നോക്കുമ്പോ ഫൈദാ ഇസാറുഹു യമുസ്സുൽ അർളാ, ആ വന്ന ചെറുപ്പക്കാരന്റെ വസ്ത്രം അത് ഞെരിയാണിയുടെ താഴോട്ട് കിടക്കുകയാണ്. അയാളുടെ വസ്ത്രം ഞെരിയാണിയുടെ താഴോട്ട് വീണ് കിടക്കുകയാ. ആ സമയത്ത് മരണാസനായി മരണവേദനയിൽ പെടയുന്ന ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിലേക്ക് പ്രവാചകന്റെ ഒരു ഹദീസ് ഓർമ്മ വരുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി വഇല്ലം യസ്തതിഅ ബിലിസാനിഹി വഇല്ലം യസ്തതിഅ ബിഖൽബിഹി വലൈസ വറാ ദാലിക ഹബ്ബത്തു ഖർദലിൻ മിനൽ ഈമാൻ. നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും അല്ലാഹ് ഇഷ്ടപ്പെടാത്ത കാര്യം നടക്കുന്നത് കണ്ട കടിയുമെങ്കിലും നിങ്ങൾ കൈകൊണ്ട് തടയണേ. അതിനും കഴിഞ്ഞില്ലെങ്കിൽ നാവ് കൊണ്ട് പറയണേ. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഹൃദയത്തിലെങ്കിലും നിങ്ങൾ വെറുക്കണേ. ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചതെന്താ? നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ അല്ലാഹ് എന്നോട് ചോദിക്കില്ല, ഉമറേ നിന്റെ മുമ്പിലൂടെ ഒരാള് ഹറാമും ചെയ്തുകൊണ്ട് നടന്നു പോയപ്പോ അത് കണ്ടിട്ട് തടുക്കാത്തതെന്താ? ഉമറിനോട് ചോദിച്ചാ എന്തുമറിയാ ഉമറിന് മറുപടി പറയാനുള്ളത്? ഏതവസ്ഥയിലാണ് കുടൽമാല വെളിയിലോട്ട് ചെതറിത്തെറിക്കുന്നു, രക്തത്തുള്ളികൾ തെതറിക്കിടക്കുകയാ. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഇടത്തെ കൈകൾ കൊണ്ട് ചിതറിപ്പോയ കുടൽമാല വയറ്റിലോട്ട് ചേർത്ത് പിടിച്ചിട്ട് രക്തം മുടിഞ്ഞു കിടക്കുന്ന കൈകൾ മെല്ലെ താഴെ കുത്തിയിട്ട് എഴുന്നേൽക്കുന്നു. വല്ലാതെ വേച്ചെടുന്നേൽക്കുന്ന ഉമർ റളിയല്ലാഹു തആല തളർന്ന സ്വരത്തിൽ വിളിക്കുന്നു, അയ്യോ യാ ഫത്താഹലുമ്മ, ഏ യുവാവേ ഇവിടേക്ക് വരണേ. അവിടേക്ക് തിരിഞ്ഞുപോയി യുവാവ് തിരിഞ്ഞു നിന്നു. രക്തം തെതന്തല്ലിയാ തൊടുകുന്ന കുടൽമാല നെഞ്ചിലോട്ട് ചേർത്ത് വെച്ച് രക്തം പറ്റിയ കൈ തൈടാടെ ആ യുവാവിന്റെ ചുമലിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞതെന്തെന്നറിയോ? ഏ യുവാവേ, അയ്യുഹൽ ഫത്താ ഇർഫഅ തൗബക ഇർഫഅ തൗബക ഫഇന്നഹു അബ്കാ ലിതൗബിക വഅത്കാ ലിറബ്ബിക. ഓ പെൺമോനെ, വസ്ത്രമൊന്ന് ഉയർത്തിക്കെട്ടണേ. നെരിയാണിയുടെ മുകളിലോട്ട് വസ്ത്രം താഴെയിടരുത് എന്ന് പറഞ്ഞിട്ട് ആ യുവാവിനോട് മരണാസന്നനായി കിടക്കുമ്പോ പോലും നിർവഹിച്ച തിന്മയുടെ വിഭാടകനായി മാറിയ ഉമർ റളിയല്ലാഹു തആല ഉള്ളിടത്തോളം കാലം എന്റെ സഹോദരങ്ങളെ ഈ സമൂഹത്തിന് ഒരു ഉമർ ഉണ്ടാവണം. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഏതവസ്ഥയാണെന്ന് ചിന്തിച്ചില്ല. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, ഇസ്ലാമിന്റെ ശബ്ദവുമായി മുന്നോട്ട് പോകുമ്പോ, മക്കത്തുൽ മുക്കറമയുടെ ശബ്ദവുമായി മുന്നോട്ട് പോകുമ്പോ ചിലപ്പോ നിന്നെ ആളുകൾ കളിയാക്കിയേക്കാം, ആളുകൾ നിന്നെ പരിഹസിച്ചേക്കാം. പക്ഷേ ആ പരിഹാസത്തിന്റെ നടുവിലും അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, ഇത് തിന്മയാണ്, തിന്മയാണ്, ആ തിന്മകൾ ചെയ്യരുത്, നന്മയുടെ കവാടത്തിലോട്ട് കടന്നു വരണേ എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ, അങ്ങനെ ഒരു യുവാക്കളുടെ സമൂഹം ഈ സമൂഹത്തിൽ ഉടലെടുത്തില്ലെങ്കിൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അല്ലാഹുവിന്റെ സഹായം ഇവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കാൻ, അല്ലാഹുവിന്റെ ഖുർആൻ വായിക്കുവാൻ, ആ ഖുർആന്റെ നന്മകളുടെ സന്ദേശം നടത്താൻ മക്കത്തുൽ മുക്കറമ എന്ന പബ്ലിക് ലൈബ്രറി ഇവിടെ സ്ഥാപിക്കപ്പെട്ടുവെങ്കിൽ അതല്ല
അള്ളാഹുവിന്റെ സഹായം ഇറങ്ങാനുള്ള കാരണമാണ്. ഇഖ്ലാസോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ ഈ ഖുർആന്റെ ശബ്ദം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. കാരണം നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പറയില്ലേ, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, ഈ ഖുർആൻ പരങ്കതയാണെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ ജനതയാണിത്. അതുകൊണ്ട് ഇവിടെ നരകത്തിലോട്ട് വിടണേ എന്ന് പറയുമ്പോ ഇന്നലെ പറഞ്ഞെടുത്തോട്ട് തന്നെ ഞാൻ പറയട്ടെ, വായിക്കണം. ആ വായിക്കേണ്ടത് എന്തായിരിക്കണം? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞത് കേൾക്കുക. ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ വായിച്ചു പഠിപ്പിക്കണേ. അതുകൊണ്ട് എന്റെ ഈ ലൈബ്രറിയുടെ ഭാരവാഹികളോട് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരു മാസത്തില് ഒരു സൂറത്തിന്റെ എങ്കിലും പരിഭാഷ നിങ്ങൾ എഴുതിയുണ്ടാക്കി അതിന്റെ ആശയങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചു കൊടുക്കണം. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, വൈകുന്നേരം ഒഴിവ് കിട്ടുന്ന സമയം അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ ലൈബ്രറിയിലെത്തണം. അള്ള പഠിക്കാൻ പറഞ്ഞത് ഖുർആനാണ്. ഈ ഖുർആനിനെ നീ മാറ്റിവെക്കരുതേ. കാരണം ഈ സമൂഹത്തിന്റെ നിലനിൽപ്പ് ഈ ഖുർആനാണ്. ഈ ഖുർആനിലൂടെ പറഞ്ഞു കൊടുക്കണം, ലോകത്തോട് പറഞ്ഞു കൊടുക്കണം. ഇവിടെ സിനയുടെ വിചാരവും വർദ്ധിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മദ്യപാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ എത്രയോ സമൂഹത്തെ അല്ലാഹു തകർത്തെറിഞ്ഞിട്ടുണ്ട്. എന്റെ സഹോദര, നമുക്കും അത് അകലെയല്ല. കണിയാപുരത്തെ അറബിക്കടലിന്റെ തിരമാലകൾ കണിയാപുരത്ത് ആഞ്ഞടിക്കുമ്പോ അതിവിടേക്ക് കടന്നു വരില്ലെന്ന് പറയാൻ പൊന്നുമോനെ നിനക്ക് കഴിയുമോ? നൂഹ് നബിയുടെ കാലത്ത് ജലപ്രളയമുണ്ടായത് ലോകം മുഴുവനുമാണ്. റൊട്ടിക്കച്ചവടക്കാരന്റെ അടുപ്പിൽ നിന്ന് ജലപ്രളയം ഉണ്ടാക്കാൻ അല്ലാഹുക്ക് കഴിവുണ്ടെങ്കിൽ സാധാരണ തീയുള്ളിടത്ത് വെള്ളമുണ്ടാവുകയില്ല. ആ തീയില് വെള്ളം വീണാൽ തീ കെട്ടുപോകലാണ് പതിവ്. പക്ഷേ നൂഹ് നബിയുടെ കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായത് എവിടെ നിന്നറിയുമോ? തന്തൂരി അടുപ്പിന്റെ ഉള്ളിൽ നിന്നാണ്. തീ വരുന്നിടത്ത് നിന്ന് വെള്ളത്തെ ഉൽപ്പാദിപ്പിച്ചിട്ട് ഈ ലോകത്തെ മുഴുവനും തകർത്തെറിഞ്ഞ തമ്പുരാൻ, ആ തമ്പുരാൻ പറയുകയാണ്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നല്ലവരായി ജീവിക്കണേ, നന്മയുടെ വക്താക്കളാകണേ, തിന്മയിലോട്ട് കടന്നു പോകരുത്. അള്ളാഹു നിങ്ങളെ അദാബ് കൊണ്ട് വശിപ്പിക്കാത്തത് ഒരൊറ്റ കാരണത്താലല്ല. പൊന്നുമോനെ അഹമ്മദ് കബീർ ബാക്കവിയുടെ മിടുക്കുകൊണ്ടല്ല. അള്ളാഹു നിങ്ങളെ നശിപ്പിക്കാത്തതിന് രണ്ട് കാരണമേ ഉള്ളൂ. അതിലൊന്നാമത്തേതെന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഓ പ്രവാചകരെ, അങ്ങയുടെ സമൂഹത്തെ ഞാൻ നശിപ്പിക്കാത്തത്, സമൂദിനെ നശിപ്പിച്ചതുപോലെ, ആദിരെ നശിപ്പിച്ചതുപോലെ നശിപ്പിക്കാത്തത് അത് അങ്ങയുടെ സമുദായമായതുകൊണ്ടാണ്. എനിക്ക് അങ്ങയോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്, അങ്ങയോടുള്ള അടുപ്പത്തിന്റെ പേരിലാണ്. അങ്ങുള്ളിടത്തോളം കാലം ഞാൻ അവരെ നശിപ്പിക്കില്ല നബിയേ. രണ്ടാമത്തെ കാരണം എന്താ? വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ ചെല്ലുന്നിടത്തോളം കാലം, കുറെ പാവപ്പെട്ടവരിരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്നിടത്തോളം കാലം, അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുന്നിടത്തോളം കാലം നിങ്ങളെ ഞാൻ നശിപ്പിക്കില്ല നബിയേ. അതുകൊണ്ട് എന്റെ സമൂഹത്തിനോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, സഹോദരങ്ങളെ, ഇങ്ങനെ ജീവിച്ചാൽ പോരാ. നന്മയുടെ കവാടങ്ങൾ തുറക്കണം, തിന്മയുടെ കവാടങ്ങൾ മാറി നിൽക്കണം. മരിച്ചാൽ നല്ലവനായി മരിക്കണം. നാളെ പരലോകത്തെത്തുമ്പോ റബ്ബിന്റെ മുമ്പിൽ തലപൊന്തിച്ച് നിൽക്കാൻ കഴിയണം. അതുകൊണ്ട് 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകരുത്. 1, വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കണം. 2, പലിശയിൽ നിന്ന് മാറി നിൽക്കണം. അതോടൊപ്പം തന്നെ നാട്ടില് നന്മ കൽപ്പിക്കുകയും തിന്മ തടുക്കുകയും ചെയ്യുന്നൊരു സമൂഹം ഉണ്ടാകണം. ഇത് 3 ഇല്ലാത്തിടത്തോളം കാലം അഹല്ലല്ലാഹു ബി അൻഫുസിഹിം അദാബാ, ആ സമൂഹത്തിൽ അള്ളാന്റെ അദാബ് ഇറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ 3 കാര്യം ഉണ്ടാകണം. ഈ നന്മ കൽപ്പിക്കുക, തിന്മ തടുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ, പൊന്നു പെങ്ങളെ നിനക്കുണ്ട്, മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നു, നിന്റെ പെൺകൊച്ച് മനോരമയും വായിച്ചുകൊണ്ടിരിക്കുന്നു, അവളോട് പറയണം, മോളെ ഇത് ഹറാമാണ്, മാറ്റിവെക്ക്, നീ നിസ്കരിക്കെന്ന് പറയണം. ഇതാണ് നന്മ പറയുക, തിന്മ
തടയുക. ഇതെന്താ നിങ്ങൾ വേറെ വല്ലവരെയും ജോലിയാക്കി വെച്ചിരിക്കുക? ഓരോരുത്തർക്കും കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. ഞാൻ ആവർത്തിച്ച് പറയുന്നു, വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ഒരു വീട്, ഒരു കുടുംബം, അത് തെറ്റില് മാത്രം നീണ്ടുപോകുന്നു. ലം യുൻകർ വലം യുഗയ്യർ, പരിവർത്തിപ്പിക്കാനും ആളില്ല. ഇത് തെറ്റാന്ന് പറഞ്ഞു കൊടുക്കാൻ ആ വീട്ടിൽ ഒരു കുഞ്ഞു പോലും ഇല്ലെങ്കിൽ തീർച്ച അള്ളാഹുടെ ശിക്ഷ നിങ്ങളുടെ നേരെ വരും. ശിക്ഷ ഏതാ? സല്ലത്തല്ലാഹു അലൈഹിൽ മൗത. ആർക്കും ദീർഘായുസ് ഉണ്ടാവില്ല, പെട്ടെന്ന് മരിച്ച കബറിലടയ്ക്കും. അള്ളാഹു ദീർഘായുസ് തരട്ടെ, ആരോഗ്യത്തോട് ദീർഘായുസ് നൽകട്ടെ. അതുകൊണ്ട് നിന്റെ വീട്ടിലെ ഹറാമ് നടക്കുമ്പോ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നു, ടിവിയുടെ വോളിയം കുറയില്ല, ടി വി ഓഫാവില്ല, എല്ലാ പേക്കൂത്തുകളും നടക്കും. എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മ, നീ അത് കണ്ടുകൊണ്ട് നിശബ്ദയായിട്ട് നിന്നാൽ ആദ്യം റബ്ബ് പിടിച്ചു നിർത്തുന്ന നിന്നെയാ. എന്റെ പ്രിയപ്പെട്ട പിതാവേ, നിങ്ങളൊരു വീടിന്റെ രക്ഷകർത്താവാണ്. നിങ്ങൾ പറയണം, പാടില്ല ഇവിടെ, ഇത് തെറ്റാണ്. അത് നിന്റെ വീട്ടിലാകട്ടെ കുടുംബത്തിലാകട്ടെ പറയാനുള്ള ആർജവം ഉണ്ടാകണം. ആരും നിന്നെ എന്തും പറഞ്ഞോട്ടെ, ആരും നിന്നെ എന്ത് പേരിട്ട് വിളിച്ചോട്ടെ, പക്ഷെ ഇത് പറയാനുള്ള ആർജവം ഉണ്ടാകണം. ഇല്ലാത്തടത്തോളം കാലം ഇനി ഈ ഭൂമി കൂടുന്നാൾ കൂടുപോകില്ല. നാസ തന്നെ ചന്ദ്രനിൽ പോകാൻ സ്ഥലമുണ്ടോ എന്ന് നോക്കാൻ പോകും. ചന്ദ്രന് വെള്ളം ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഇവിടെ കിട്ടിയ വെള്ളം മുഴുവൻ ഊറ്റി കുടിച്ച് കുപ്പിയിലാക്കി 15 രൂപയ്ക്ക് വിറ്റിട്ട് ഇനി ചന്ദ്രന് വെള്ളം ഉണ്ടോ എന്ന് നോക്കാം കുപ്പിയിലാക്കി വിൽക്കാൻ വേണ്ടി. ഇവിടത്തെ മുഴുവനും വിട്ടു തീർന്നു. എന്റെ സഹോദരങ്ങളെ, ചൊവ്വയിലൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന് മനുഷ്യൻ അന്വേഷിക്കാൻ തുടങ്ങി. കാരണം എന്താ? ഭൂമി ദുസ്സഹമായി, വല്ലാത്ത ചൂട്, ബലക്കയറ്റ്, എന്തെങ്കിലും സാധനം വേണം. ഇനിയിപ്പോ വല്ലാത്ത ചൂട് കാരണം ദാഹിച്ചിട്ട് ഒരു കുപ്പി വെള്ളം മേടിക്കാന്ന് വെച്ചാൽ അതിന് 15 രൂപ. ഒരു കുപ്പി വെള്ളത്തിന് ഒരു കുപ്പി പാലിന്റെ വില. എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം? ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഇനി അള്ളാഹുടെ അടുക്കൽ ചെന്നാ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിക്കുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഖുർആൻ വായിക്കുക, ഖുർആൻ പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക. എന്റെ ലൈബ്രറിയുടെ പ്രവർത്തകരോട് നിർദ്ദേശമുണ്ട്, ഓരോ മാസവും ഇപ്പൊ എല്ലാവർക്കും തഫ്സീറൊക്കെ കിട്ടും, പക്ഷെ ഒരു സൂറത്ത്, ആ സൂറത്തിന്റെ അർത്ഥം, അതിന്റെ വ്യാഖ്യാനം, അതിന്റെ സന്ദേശം ആലിമീങ്ങളെ കൊണ്ട് എഴുതി അത് ഈ നാട്ടിൽ നിങ്ങൾ പ്രചരിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.